ഇങ്ങനെ ഇതുവരെയായിട്ടും വന്നില്ലയോ? ഒന്ന് വിളിച്ചു നോക്കാം. ബാബു ബാബു ബാബു. ആ, കിട്ടിപ്പോയി. എന്തിനാടാ എപ്പോഴും കടന്ന് വിളിക്കുന്നേ? ഞാൻ എത്തിക്കോളാം. ഞാൻ കുറച്ച് ലേറ്റ് ആവും വരുമ്പോഴത്തേക്കും. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ ഞാൻ എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എത്തുമെന്ന്? ഇപ്പം ലേറ്റ് ആവുമെന്നോ? എന്താ കാര്യം? അതൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എല്ലാ കാര്യം നിൻ്റെ അടുത്ത് പറയണമെന്നുണ്ടോ? ഓ, എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വാ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ. പിന്നെ അങ്ങേരുടെ ഒടുക്കാലത്തെ ഒരു പേഴ്സണൽ കാര്യം. അങ്ങേർക്ക് മാത്രമേ ഉള്ളല്ലോ പേഴ്സണൽ കാര്യങ്ങൾ. നീ എന്തെങ്കിലും ഇപ്പോൾ ചോദിച്ചുകൊണ്ട് വരട്ടെ, ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കാം. അങ്ങേര് വരുമ്പോഴത്തേക്ക് എണ്ണീക്കാം. കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. ഈ മാവില് മാങ്ങയൊന്നും മരത്തില്ലയോ? അയ്യോ എൻ്റെ അമ്മേ, ആരാത് കൂവിയിട്ട് പോയത്? ആരാത്? ഓ, ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇച്ചിരി നേരവും കൂടി കടക്കാം, അങ്ങേര് വരട്ടപ്പോഴത്തേക്കും. ഇവനാ സോമനല്ലേ, ആ ബാബുവിന്റെ കൂടെയുള്ളവൻ? ഇവനെന്താ ഇവിടെ? ആ, അറിയാം. ഇവന്മാര് വലിയ കള്ളന്മാരാ. ഇന്ന് മിക്കാരും ഈ വീട്ടിൽ മോഷ്ടിക്കാനായിരിക്കും തീരുമാനം. അതല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്. എടാ സോമ. ഡേയ് സോമ, നീ ഇവിടെ കിടന്ന് ഉറങ്ങാനാണോ വന്നത്? അയ്യോ, ആരടെ എന്നെ അടിച്ചത്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിയാടാ. ഡാ സോമ, ദാ ഇവിടെ പുറത്ത് നോക്കടാ. നിങ്ങളായിരുന്നാ? ആ, ഞാൻ തന്നെ. നീ ഇവിടെ വന്ന് ഉറങ്ങാനാണോടാ? പിന്നെ നിങ്ങളെ എത്ര മിനിറ്റ് ഞാൻ കാത്തിരിക്കുക? നിങ്ങളെ ഫോൺ വിളിച്ചപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ഞാൻ ലേറ്റ് ആവുമെന്ന്? അപ്പം ഞാനിവിടെ അങ്ങ് കടന്നു. അതിനിപ്പോൾ എന്താ? മനസ്സമാധാനത്തോടൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും നീ സമ്മതിക്കത്തില്ലല്ലോടാ. അയ്യേ, അപ്പം അതായിരുന്ന നിങ്ങളുടെ പേഴ്സണൽ കാര്യം. അതങ്ങ് പറഞ്ഞാ പോരായോ? എന്തിനാ ഈ പേഴ്സണൽ എന്ന് പറയുന്നത്? എന്ത് അയ്യേ, നീ പോവാറില്ല? അല്ല പിന്നെ. ഡാ കള്ളന്മാരെ, ഡേയ് ഓടിക്കോടാ. ഓടിയാ നീമാരെ ഞാൻ വെട്ടും. മര്യാദയ്ക്ക് ഇവിടെ നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പറഞ്ഞേക്കാം. ഓഹോ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ. എന്താടാ വെല്ലുവിളിയാണോ? എങ്കിൽ അത് ഞാൻ കാണിക്കാടാ. റഷീദ് കാ, തുടങ്ങിക്കോ. ഡേയ്, എന്റെ ബോസിനെ അടിക്കുന്നോടാ. ഇന്നാ പിടിച്ചോ. ഇനി ഞങ്ങളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. കേട്ടല്ല, ഇനി മോഷണം പറഞ്ഞോണ്ട് ഈ വീടിന്റെ പടിക്കെ പോലും കയറി പോരുത്. പറഞ്ഞേ.